ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ വേവാതെ കിടക്കുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു നെയ്യപ്പാണിത്. നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പാണിത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരുന്നത് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 3 കപ്പ് അരിയിലേക്ക് ഒരു 10 ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ അഴുക്കും കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ അരിയെല്ലാം മിക്സി ജാറിലേക്കിട്ട് അതിലേക്ക് ഒരു 5 ഏലക്കായ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ലേശം ഉപ്പാണ്, ഈ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു 3 പപ്പടം വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. ഈ പപ്പടം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരി നമുക്ക് ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ലേശം ശർക്കര പാനി കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഒരു വെള്ള കളറായിട്ടല്ലേ കാണുന്നത്. നമുക്ക് ശർക്കര ഒഴിക്കാത്തത് കൊണ്ടാണ്. ശർക്കര കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ചുകൂടി അരി അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ അപ്പസോഡ ചേർത്തിട്ടില്ലേ, അപ്പോൾ ലേശം അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി ചേർക്കുമ്പോൾ ചെറിയ ചൂടോടെയുള്ള ശർക്കര പാനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നെയ്യപ്പത്തിനുള്ള മാവ് അരക്കുമ്പോൾ നമ്മൾ ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കണം. ഇനി ഈ നെയ്യപ്പത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ ഈ മൈദൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ശർക്കര പാനി ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ മാവ്. നല്ല കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഇളം ചൂടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഈ മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നെയ്യപ്പത്തിൻ്റെ മാവ് നല്ലോണം ലൂസായാൽ നമുക്കിതിൻ്റെ ഒരു ഷേപ്പ് കിട്ടില്ല. നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല. ടൈറ്റ് ആയാൽ അതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം ഒന്ന് വീർത്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള നെയ്യപ്പങ്ങളൊക്കെ ഉൾഭാഗം അങ്ങനെ വേവാതെ കിടക്കുന്ന നെയ്യപ്പങ്ങളാണല്ലോ. അപ്പം മാവ് കുറച്ചൊന്ന് ലൂസാക്കി എടുത്താൽ തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. നല്ല ലൂസാക്കണ്ട, ലേശം ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ പാകത്തിനൊന്ന് ലൂസാക്കി എടുത്താൽ നമുക്ക് ഈ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.